അദ്ദേഹവുമായി കമ്പയർ ചെയ്ത് ഒറ്റയടിക്കുന്ന ഞാൻ സ്വീകരിച്ചിരുന്നില്ല. എത്രയോ പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കുകയും അതിനെയൊക്കെ പരിചയപ്പെടുത്തി തരികയും മണി സാറ് തന്നെ മണിയണ്ണ സാർ തന്നെ 2 പ്രാവശ്യം വേറെ വണ്ടി എടുത്തിട്ട് ഇവിടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ നല്ലൊരു പരിചയം, അതുപോലെ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന നിലയിൽ നമുക്കത് പരിചയപ്പെടുത്തി തന്നു. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി വന്നത്. പക്ഷെ എൻ്റെ സ്വാതന്ത്ര്യം അത്രയില്ല. ഞാനൊരു കോളേജ് അധ്യാപകനാണ്. നമുക്കവിടെ ചെറിയ സമയത്ത് ഒരു അധ്യാപകനായി നടത്തേണ്ടി വരും, അല്ലെങ്കിൽ വേറെ 2 ഇപ്പം അടുത്ത കാലത്താണ് 3 അധ്യാപകന്മാർ ആ സ്ഥാപനത്തിൽ വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല, ഞാൻ ഉണ്ടാവുന്നത്. അത് വെള്ളിയാഴ്ച ദിവസമാണ് ഒക്കെ ഒഴിവുള്ള സമയം. അങ്ങനെ കുറച്ചു കാലം കഴിക്കുമ്പോൾ എനിക്ക് ഈ പറയുന്ന അസുഖത്തിൽ നിന്ന് മാറ്റം വന്നപ്പോൾ സ്വന്തം ബോധ്യപ്പെട്ടാൽ മാത്രമേ മറ്റൊരു പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളോട് ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് മരുന്ന് നേടാൻ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊരു മരുന്നല്ല, ഷുഗറിൻ്റെ മരുന്നല്ല. ഷുഗറിൻ്റെ മരുന്ന് ലോകത്താരും കണ്ടുപിടിച്ചിട്ടില്ല. സ്ഥായിയായ മരുന്ന് പാൻക്രിയാസ് പോയാൽ പിന്നെ ഇടുന്ന് ഉണ്ടാക്കുക, അത് ദൈവം തന്നെ ഉത്പാദിപ്പിക്കുന്ന സാധനമല്ലേ. അതിന് വീക്ക്നെസ് വന്നാൽ അത് മോട്ടിപ്പിക്കാനല്ലാതെ പൂർണ്ണമായി അതിന് മുക്തി നേടുകയില്ല. എന്നാൽ നമ്മുടെ ജീവന് ആരോഗ്യത്തിനും മറ്റുള്ള കോംപ്ലിക്കേറ്റഡ് എന്തെയും തരണം ചെയ്യാനുള്ള കഴിവിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ വന്ന് കുറച്ച് ആൾക്കാർ എൻ്റെ സ്ഥിരം ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ഫോളോപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് ആവുന്നില്ല. കാരണം കുടുംബപരമായും അതുപോലെ തന്നെ സാമൂഹികപരമായും എൻ്റെ കോളേജ് പരമായും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ള ഒരു പ്രിൻസിപ്പാളെന്ന നിലക്കായിരുന്നു ആദ്യമായി എന്നെ നിയമിച്ചത്. പിന്നീട് അതിൽ നിന്ന് വല്ല കരകയറിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് എന്നോട് ആവുന്നത് ഞാൻ പ്രവർത്തിക്കാറുണ്ട്, വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് വലിയൊരു പണക്കാരനാവണം എന്നുള്ള ആഗ്രഹമില്ല. കുറെ ആളുകൾക്ക് എന്തൊരു സേവനം ചെയ്യാൻ നമ്മളോട് സാധിക്കണം. അതുകൊണ്ട്